ഹായ് എവ്രിവൺ. നമ്മളെല്ലാവരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും എല്ലാ ചർച്ചുകളിലും പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ ഇത്ര വലിയ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, അതായത് നാളെയാണല്ലോ വധശിക്ഷ, അതിൽ നിന്ന് നിമിഷപ്രിയയെ തടയാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുമ്പോൾ ചിലർ കമൻ്റ് ഇട്ട് വരികയാണ്. ചില 5% വരുന്ന വിഭാഗമാണ്. അവർ പറയുകയാണ്, ഞാൻ ആ കമൻ്റ് സൈഡിൽ വെച്ച് തരാം, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചെടുക്കുക. ഇവർ പറയുകയാണ്, എങ്ങനെയെങ്കിലും നിമിഷപ്രിയ ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയെ ഒന്ന് കൊന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ചിലർ. എങ്ങനെ തോന്നുന്നു മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ കമൻ്റ് ഇടാൻ? ഒരു സൈഡിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഒരു സൈഡിൽ നമ്മുടെ കേന്ദ്രം, മറ്റൊരു സൈഡിൽ ബോബി ചെമ്മണ്ണൂർ. ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തിന് ഇങ്ങനെ കമൻ്റ് ഇടുന്നു? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എൻ്റെ പൊന്നുമക്കളെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് നാളെ വന്ന് പറയുകയാണ് 3 ദിവസത്തിനുള്ളിൽ നിന്നെ തൂക്കിക്കൊല്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തായിട്ടുണ്ടാവും പൊന്നുമക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു അവസ്ഥ എന്തായിട്ടുണ്ടാവും? മറ്റന്നാൾ എന്നെ കൊലപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ നിലവിളിക്കൂലേ? ആരെങ്കിലും ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ വന്നിരുന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കൂലേ? അത്തരത്തിൽ നമുക്ക് പറ്റുന്നില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ ബോബി ചെമ്മണ്ണൂർ, അതുപോലെ വലിയ വലിയ സംഘടനകൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ രക്ഷിക്കാൻ അങ്ങ് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തിന് ഇങ്ങനെ കമൻ്റ് ഇടുന്നു? ഈ കമൻ്റ് ഇടുന്നവർ എന്നോട് ഒരു ചോദ്യം ചോദിക്കും, നിനക്കെന്താടാ, അതായത് നിമിഷപ്രിയ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ കമൻ്റ് ഇടുന്നതെന്ന്. അവർക്കുള്ള ഒരൊറ്റ ഉത്തരം ഞാൻ പറയുകയാണ്, പൊന്നുമക്കളെ, ഞാൻ സൗദി അറേബ്യയിൽ 3 വർഷം പണിയെടുത്ത ഒരാളാണ്. സൗദി, യമന്, ദുബായ് എന്നിങ്ങനെ അറബ് രാജ്യങ്ങളിൽ കൂടുതലായി അറബിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഭാഷയിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് അറബി അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ബബ അങ്ങനെയായിപ്പോവും. ആ സമയത്ത് നമ്മളെ തലയിലും കെട്ടിവെക്കാനും ചാൻസ് ഉണ്ട് എൻ്റെ പൊന്നുമക്കളെ. നിമിഷപ്രിയ ഒരു കാലത്ത് എന്താണ് പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയും. ഞാൻ കൊന്നിട്ടില്ല എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. എൻ്റെ ഒപ്പമുള്ള ഒരു സുഹൃത്താണ് ഇതൊക്കെ ചെയ്തത്, പക്ഷേ എൻ്റെ തലയിലാണ് വീണതെന്നാണ് നിമിഷപ്രിയ പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ എൻ്റെ പൊന്നുമക്കളെ. അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ കട്ടവനെ കിട്ടിയാൽ കിട്ടിയവനെ പൊക്കുന്നൊരു രാജ്യമാണ്. ഓക്കെ, ഞാൻ പേഴ്സണലി പണിയെടുത്തത് കൊണ്ട്, എൻ്റെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ചെറിയൊരു പ്രശ്നത്തിനെങ്ങാനും അവിടെ കേസായി കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമുക്കൊന്നും പറയാൻ മനസ്സിലാവുന്നില്ല, പിന്നെ നമ്മളാണ് പ്രതികളെന്ന് അവർ അങ്ങ് എഴുതി ഉണ്ടാക്കുകയാണ് എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, എന്തായി നിമിഷപ്രിയയുടെ കേസ്? നാളെയാണല്ലോ തൂക്കിക്കൊല്ലുന്നു എന്ന് പറയുന്നത്, അത് കൊല്ലുമോ? ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ്, നിലവിൽ ചർച്ച വിജയകരമാണ്. ഓക്കെ, അപ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ സംഘത്തിൽ നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ നേതൃത്വത്തിൽ 3ാം ഘട്ട ചർച്ചയും കഴിഞ്ഞു എന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ഓക്കെ, നമുക്ക് AP അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് ഖാദർ കരിപ്പോടി പറയുന്ന കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതും നമുക്ക് കേൾക്കാം. അതിനുശേഷം ഏറ്റവും അവസാനം എന്തായി നിമിഷപ്രിയയുടെ കേസ്, അതിനെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം AP അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് ഖാദർ കരിപ്പോടി പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടലുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമൻ ഭരണകൂടവുമായി കാന്തപുരം ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. യമൻ പൗരന്റെ ബന്ധുക്കളുമായും ആശയവിനിമയം നടന്നു എന്നറിയുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, അവസാന മണിക്കൂറുകളിൽ അത്ഭുതം സംഭവിച്ചാലേ നിമിഷപ്രിയ മോചിതയാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരുടെ രൂപത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും അദ്ദേഹത്തിന്റെ മകനെയും മതവെറിയന്മാരാണെന്നും മതഭീകരന്മാരാണെന്നും വിളിച്ച ആളുകളൊക്കെ എവിടെ പോയി? കൃത്യമായ മതേതര നിലപാട് ഇതിനേക്കാൾ അപ്പുറത്ത് കാണിച്ചു തരാൻ മറ്റെന്തുണ്ട്? ഇടപെടാതിരിക്കാമായിരുന്നു. ഇടപെടാതിരുന്നാലും ആരും ചോദിക്കാനും പോകുന്നില്ല. പക്ഷെ ഇടപെട്ടത് മാനുഷിക മൂല്യത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ തെറി വിളിക്കാനും
അദ്ദേഹത്തിൻ്റെ മകനെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിച്ചവരിൽ പലരും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതുപോലെയുള്ള നിലപാടെടുക്കാൻ ഇന്ത്യയിൽ ചങ്കുറപ്പുള്ള ഏത് മതപണ്ഡിതനുണ്ട്? ആവർത്തിച്ചു പറയുന്നു, ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല. നോക്കൂ, എന്തൊരു ക്ലിയറാണ് ഖാദർ കരിപ്പൊടി പറഞ്ഞത്. അതായത് ചിലരുണ്ട്, ഉസ്താദന്മാർ, സ്വാമിമാർ, പള്ളിയച്ചന്മാർ, ഇവരൊക്കെ കണ്ടാൽ കുരുപൊട്ടുന്ന ചെറിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അത് എല്ലാ മതത്തിലുമുണ്ട്. മുസ്ലിം മതത്തിലുമുണ്ട്, ഹിന്ദു മതത്തിലുമുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്. പച്ചവർഗീയം വായി തുറന്നാൽ പറയുന്നത് പച്ചവർഗീയമാണൊക്കെ. അവർക്കുള്ള പാഠമാണ് ഇതെന്ന് ഞാൻ പറയുകയാണ്. എല്ലാ മതസ്ഥരും എല്ലാ മതത്തിലുമുള്ള സംഘികൾ, അതായത് ഇപ്പോൾ മുസ്ലിമിലായാലും ക്രിസ്ത്യാനിലായാലും അതുപോലെ തന്നെ ഹിന്ദുവിലായാലും ചെറിയ വിഭാഗം ആൾക്കാരുണ്ടല്ലോ, മതം എന്ന് പറയുന്നവർ. നിങ്ങളിത് കാണണമൊക്കെ. നമുക്കതൊന്നില്ല. അതായത് ഞങ്ങളെല്ലാവരും ഒരു മനുഷ്യന്മാരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ചോരയാണ്, അതിൻ്റെ നിറം ചുവപ്പാണ്. ഇവിടെ ഒന്നേ ഉള്ളൂ, ചുവപ്പ്. മനുഷ്യത്വം, മനുഷ്യന്മാർ എന്ന് പറയുന്ന ഒരൊറ്റ വർഗം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതാണ് ഇന്ന് തെളിയിക്കുന്നത്. ഓക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ചർച്ച എവിടം വരെ എത്തിയെന്ന് നമുക്കൊന്ന് ന്യൂസ് വഴി കേട്ടു നോക്കാം. നിമിഷപ്രിയ കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കാന്തപുരത്തിന്റെ ഇടപെടലിൽ 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. ചർച്ച നാളെയും തുടരും. ചർച്ചയിൽ വധശിക്ഷ നടപ്പാക്കുന്നതും മരവിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ചർച്ചയിൽ അനുകൂല നിലപാടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. യമനിലെ സുപ്രീം കോടതി ജഡ്ജിയും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ആശാവഹമായ പുരോഗതി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം ഈ ചർച്ചകളിൽ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ചർച്ചയിൽ ഇവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അതിൽ ഒരു വിഭാഗം കുടുംബാംഗങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അതായത് വധശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളവർ അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഏതാനും പേർ അതിനെ എതിർക്കുന്നു. തലാൽ കൊല്ലപ്പെട്ടതല്ലേ, അതുകൊണ്ട് അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. അതുറപ്പാണ്. അതായത് ഒരു ചർച്ച എങ്ങനെയെങ്കിലും വിജയിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ തടയാനായി കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട്. അതായത് കൊന്നതല്ലേ നിമിഷപ്രിയ, എന്തിനു ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കണം, അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. യമനിലെ പൊന്നു സഹോദരന്മാരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. അതായത് ആരാണ് കൊന്നതെന്ന് ഇന്ന് വരെ ക്ലിയർ ആയിട്ടില്ല. അതായത് നിമിഷപ്രിയ പറയുന്നത് ഞാൻ കൊന്നിട്ടില്ല എന്നാണ്, എനിക്കറിയത്തേയില്ല എന്നാണ്, എൻ്റെ സുഹൃത്താണ് കൊന്നത്, അങ്ങനെയാണ് നിമിഷപ്രിയ പറയുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കണ്ണാൽ കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഒരാൾ പ്രതിയാവുന്നത്, അല്ലാതെ എന്തെങ്കിലും ഒരു ക്യാമറയിൽ എന്തെങ്കിലും പതിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് നിമിഷപ്രിയ പച്ചക്ക് ചെയ്തതെന്ന് ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഈ വാർത്ത, അതായത് ബോബി ചെമ്മന്നൂറും നമ്മളെല്ലാവരും ഒരുമിച്ച് എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവളൊന്ന് ചത്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. തലാൽ കൊല്ലപ്പെട്ടതല്ലേ, അതുകൊണ്ട് അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. അവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ചർച്ച വിജയകരമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് യമനിലെ പ്രസിദ്ധ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള യോഗവുമാണ്. ആ ഒരു അടിയന്തര യോഗം അല്പസമയം മുമ്പ് ഇന്നത്തെ ഈ യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ഇതോടൊപ്പം തന്നെ ഇനി 48 മണിക്കൂർ മാത്രമാണ് യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ച് വധശിക്ഷ നടപ്പാക്കാനുള്ളത്. അത്തരം ഒരു ഘട്ടത്തിൽ അതിന്റെ സമയം ദീർഘിപ്പിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടി അംഗീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത്. ഏതായാലും ഈ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ച നാളെയും തുടരും. ഇതിൽ ഈ യമൻ സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അതിൽ ഇളവ് തേടിക്കൊണ്ടുള്ള അതിൽ അപ്പീൽ. നോക്കൂ, യമനിലെ സുപ്രീം കോടതിയുടെ ജഡ്ജടക്കം ഈ ചർച്ചയിലുണ്ട് എന്നാണ് പറയുന്നത്. എവിടുന്ന ഇത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ മൂന്നാം ഘട്ട ചർച്ചയിലാണ് അവിടുത്തെ ജഡ്ജി അടക്കമുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിമിഷപ്രിയയുടെ തീയതി നാളെയാണല്ലോ. ഉറപ്പായി എഴുതി വെച്ചോളൂ, നാളെ നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല.
അത്രക്കും സ്ട്രോങ് ആണ് നമ്മളുടെ. ഒരു സൈഡിൽ ബോബി ചെമ്മന്നൂർ പറയുകയാണ്, എത്ര പൈസ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഞാനുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ആ ഒരു സൈഡിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നല്ല രീതിയിൽ സ്ട്രോങ് ആയി നിലപാടുന്നയിക്കുമ്പോൾ, മറ്റേ സൈഡിൽ കേന്ദ്രം നമുക്ക് പറ്റുന്ന എല്ലാ സഹായവും എല്ലാ ചർച്ചയും ചെയ്യുമ്പോൾ, ഒരു സൈഡിൽ പള്ളികളിൽ, അമ്പലങ്ങളിൽ, ചർച്ചുകളിൽ പ്രാർത്ഥനയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടത്തുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ തടഞ്ഞ നിമിഷപ്രിയ ഒരിക്കലും നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലൂല്ലോ. ഓക്കെ, കാരണം അത്രയും സ്ട്രോങ് ആണ് നമ്മൾ. നമ്മളുടെ ഇന്ത്യയിൽ ഒരു 5% വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ മക്കളെ ബാക്കി 95% ആൾക്കാരും ഒറ്റക്കെട്ടാണ്. ആരാണ് 5% ആൾക്കാർ? 3 മതത്തിലുമുണ്ട്. ഓക്കെ, അത് ഞാൻ വായിച്ച കമൻറ്റിൽ ക്രിസ്ത്യൻ വിഭാഗ ഐഡികളിൽ വരുന്ന കമൻറ്റും മുസ്ലിം ഐഡികളിൽ നിന്ന് കമൻറ്റും ഹിന്ദു ഐഡിയിൽ നിന്ന് വരുന്ന കമൻറ്റിലുമാണ് തൂക്കിക്കൊല്ലട്ടെ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു മതസ്ഥർ മാത്രമല്ല. ഓക്കെ, നമുക്ക് എന്താണ് ബോബി ചെമ്മന്നൂരിൻ്റെ ചർച്ച എവിടം വരെ എത്തി അതും കൂടി ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വീടിന്റെ അടുത്തുണ്ട്. അയാളാണ് ബിസിനസ്മാൻ, നമ്മുടെ ദുബായിൽ ബിസിനസ് ചെയ്യുന്നതാണ്. അതിന്റെ കാരണവശാല് നമുക്കിപ്പോ പെട്ടെന്ന് തന്നെ കൈകാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞാല് നിങ്ങളെ ഒരു ഗ്യാരണ്ടിയിൽ ഇവിടെ പിന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ റിലീസ് ആക്കിയ ഉടനെ ബാക്കി പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് അവർക്ക് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പേയ്മെന്റ് പെട്ടെന്ന് തന്നെ ശരിയാക്കണം. നമുക്കിപ്പോ ഡിലേ പറ്റില്ല. ഇല്ല, അത് ചെയ്യാം. യമനിലെ പ്രാദേശിക നേതൃത്വവുമായി സംസാരിച്ച ഇടനിലക്കാരുമായി ബോബി ചെമ്മണ്ണൂർ ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർ ചർച്ചകൾക്കായാണ് ഒമാനിലേക്ക് പോകുന്നത്. ഇത്തരം ഇടപാടുകളിൽ ചതിക്കണികൾക്ക് സാധ്യതയുണ്ടെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിനായി ആവുന്നതെല്ലാം ചെയ്യാനാണ് തീരുമാനം. ഇതിനുവേണ്ടി ഞാൻ ഒരു മാസം മുമ്പ് ശ്രമിച്ചിരുന്നു. അപ്പോ മനസ്സിലാക്കിയത് ഈ നിമിഷപ്രിയയുടെ ഹസ്ബൻഡായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ കുടുംബാംഗങ്ങള് വഴങ്ങുന്നില്ല, പൈസ മാത്രമല്ല അവരുടെ പ്രശ്നം എന്നതായിരുന്നു. ദുബായിലുള്ള യമനി ബിസിനസ് മാൻ അവിടുത്തെ ഗോത്രവർഗക്കാരൻ ഷെയ്ഖുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് റെഡിയായിന്ന് അദ്ദേഹം പറഞ്ഞ അറിവാണ് എനിക്ക്. അദ്ദേഹം പറയുന്നതും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൂഫ്. നാളെയോ മറ്റന്നാളോ ഒമാനിലേക്ക് പോവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കാരണം യമനിലേക്ക് നമുക്ക് പെട്ടെന്ന് വിസയൊന്നും കിട്ടില്ല, എളുപ്പമല്ല പോവാനായിട്ട്. ഒമാനിൽ എത്തിച്ചു തരാം എന്നൊക്കെയാണ് ഈ വീഡിയോ സഹിതം എന്നോട് പറഞ്ഞിട്ടുള്ളത് സംസാരിക്കുമ്പോൾ. എന്തായാലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ 1 കോടി നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ 14 ജില്ലകളിലും ഫാൻസ് കോർഡിനേറ്റേഴ്സുമായി സംസാരിച്ചു. അവരൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനും റെഡി ആയിട്ടുണ്ട്. ഈ വിഷയം 2 ദിവസം മുമ്പത്തെയാണൊക്കെ. നിലവിൽ ബോബി ചെമ്മന്നൂർ ഉള്ളത് ഒമാനിലാണ്, ചർച്ചകളിലാണ്. അതായത് മൊത്തത്തിൽ ചർച്ചകളിലാണ്. ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആകുന്ന ഒരു ചർച്ച AP അബൂബക്കർ മുസ്ലിയാറിൻ്റെയും മറ്റൊന്ന് ബോബി ചെമ്മന്നൂറിൻ്റെയുമാണ്. അതാണ് ഞാൻ രണ്ടും ഇവിടെ വെക്കാൻ കാരണം. അപ്പോൾ ഒരു സൈഡിൽ പ്രാർത്ഥനയും മറ്റൊരു സൈഡിൽ ചർച്ചയും നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയ രക്ഷിച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും നെഗറ്റീവ് അടിച്ച് കമൻ്റ് ഇടണ്ടേ. ഒരു മനുഷ്യ സ്ത്രീയല്ലേ, മനുഷ്യന്മാരല്ലേ, ഒരു ചോരയല്ലേ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അങ്ങനെ നമ്മൾ ചിന്തിച്ചെങ്കിലും ഈ ഒരു കാര്യത്തിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.